വെൽക്കം ഓൾ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഇപ്പോൾ 1-2 ദിവസം നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. മഹാനവമിയുടെ അവധിയായിരുന്നല്ലേ. അപ്പോൾ ഇനി എല്ലാവരും എന്ത് ചെയ്യുക? പോർഷൻസൊക്കെ പഠിച്ചു തുടങ്ങുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയിലെ 5th ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ എന്താണ് എക്സ്ക്രീഷൻ, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സെൽസിലാണല്ലേ. സെൽസിൽ ഫോം ചെയ്യുന്ന എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലെത്തുകയും അവിടെ നിന്നും എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് പാസ് ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മെയിനായിട്ട് കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? സ്കിൻ, ലങ്സ്, ലിവർ, കിഡ്നി. ഇതാണല്ലേ മെയിനായിട്ട് കാണുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ. ദെൻ നമ്മൾ ലിവറിനെ കുറിച്ച് പറഞ്ഞു. ലിവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിവറിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ദെൻ എങ്ങനെയാണ് ലിവറിൽ വെച്ചിട്ട് അമോണിയ യൂറിയ ആയി മാറുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് അത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കും. അപ്പോൾ പഠിച്ചോളാം. അതിന് ഒരു റിയാക്ഷൻ വൈസിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടുന്നതിനെ കുറിച്ചാണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ അവസാനത്തെ ക്ലാസ് പറഞ്ഞത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കാർബോണിക് ആസിഡാവും. വാട്ടറുമായി പ്രവർത്തിച്ചിട്ട് കാർബോണിക് ആസിഡാവും. അത് നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വാട്ടറും ഉണ്ട്. ആ വാട്ടറിനെ എങ്ങനെയൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്, വാട്ടർ എങ്ങനെയൊക്കെയാണ് പുറന്തള്ളപ്പെടുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർമേഷൻ ഓഫ് സ്വെറ്റ്, അതായത് വിയർപ്പിൻ്റെ ആ ഒരു രൂപപ്പെടൽ. വിയർപ്പ് എങ്ങനെയാണ് രൂപപ്പെടൽ? സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഫിഗർ 5.1 സ്കിന്നിൻ്റെ പിക്ചറാണ്. നമ്മുടെ ത്വക്ക് അല്ലേ, തൊലിയുടെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ഒരു കേക്കൊക്കെ മുറിച്ച് വെച്ചതുപോലെ. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഔട്ടറായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ നോക്കുക, നമ്മുടെ സ്കിന്നിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആ ഒരു പോർഷനില്ലേ, അതിനാണ് ഏറ്റവും പുറത്ത് കാണിച്ചിട്ടുള്ളത്. അവിടെ മുള്ളു പോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഭാഗം ഹെയർസാണ്, നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഹെയർസാണ്. ദെൻ അവിടെ ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വേദഗ്രന്ഥി അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥി എന്നൊക്കെ പറയും. ഈ ഒരു സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് സ്വെറ്റ് ഉണ്ടാവുന്നത്. വിയർപ്പ് ഫോം ചെയ്യുന്നത് വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്നാണ്. ദെൻ ഈ ഒരു സ്വെറ്റ് ഗ്ലാൻഡിനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരുപാട് ബ്ലഡ് കാപ്പിലറീസും കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പ്രത്യേകതകളാണ് പറയുന്നതെന്ന്. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്. ഒരു എക്സ്ട്രാ നോളജ് പോലെ ഞാൻ പറയുകയാണ്. അപ്പം നിലവിൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ മനുഷ്യ അവയവം എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യമാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ എക്സാം ഓഫ് വ്യൂ പോയിൻറ്റിൽ സ്കിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൻ എന്ന് പറഞ്ഞൊരു പുതിയ അവയവം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അവയവമായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പഠിക്കാനുള്ള ചാപ്റ്ററിൽ സ്കിന്നാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണ്. സ്വെറ്റ് ഗ്ലാൻഡ് ഇൻ ദ സ്കിൻ പ്രൊഡ്യൂസ് സ്വെറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വെറ്റ് ഗ്ലാൻഡിലെ കാണപ്പെടുന്നുണ്ടെന്ന്. ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഈ ഒരു പൈപ്പ് പോലത്തെ സ്ട്രക്ചറാണ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ് ആണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. The sweat gland are surrounded by blood capillaries at their base. സ്വെറ്റ് ഗ്ലാൻഡ് എന്താണ്? അതിൻ്റെ ബേസിൽ ഒരുപാട് തരത്തിലുള്ള ബ്ലഡ് കാപ്പിലറീസ് കാണപ്പെടുന്നുണ്ട്. വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദീസ് കാപ്പിലറീസ് സാൾട്ട് ആൻഡ് വാട്ടർ ഫ്രം ദ ബ്ലഡ് എൻ്റർ ദ സ്വെറ്റ് ഗ്ലാൻഡ്. അപ്പം നമുക്കറിയാം ബ്ലഡ് കാപ്പിലറിയിലൂടെ എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബ്ലഡാണ്. ആ ബ്ലഡിൽ വാട്ടറും സാൾട്ടും ജലവും ലവണങ്ങളും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഈ വാട്ടറും സാൾട്ട് എന്ത് ചെയ്യുന്നു? സ്വെറ്റ് ഗ്ലാൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദിസ് അപ്പിയേഴ്സ് ആസ് സ്വെറ്റ് ഡ്രോപ്സ് ഓൺ ദ സ്കിൻ സർഫസ്. അപ്പോൾ ഇങ്ങനെ സ്വെറ്റ് ഗ്ലാൻഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഈ ഒരു വാട്ടറും സാൾട്ടുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്കിൻ സർഫേസിലൊക്കെ സ്വെറ്റായിട്ട് വിയർപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ് ഈസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ബോഡി വിയർക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മെയിൻ്റെനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീര താപനിലയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്, വിയർപ്പുണ്ടാവുന്നത്. മനസ്സിലായല്ലേ? വിയർപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, സ്വെറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫോർമേഷൻ ഓഫ് സ്വെറ്റ്, എങ്ങനെയാണ് സ്വെറ്റ് ഫോം ചെയ്യുന്നത്. ദെൻ കോമ്പണൻസ് ഓഫ് സ്വെറ്റ്, നമ്മുടെ വിയർപ്പിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്, വാട്ടറും മിനറൽസും ആണല്ലേ, വാട്ടറും സോൾട്ടുമാണ്. ഓക്കെ. ഓൺലി എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആർ എക്സ്പെൽഡ് ത്രൂ സ്വെറ്റ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഈ സ്വെറ്റിലൂടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി വാട്ടർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലേ. എക്സ്പെൽ ചെയ്യപ്പെടുന്നത് വളരെ ചെറിയൊരു, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള വിയർപ്പിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ പുറത്തു പോകുന്നുള്ളൂ. മേജറായിട്ടും വാട്ടർ പുറത്തു പോകുന്നത് നമ്മുടെ മൂത്രത്തിലൂടെയാണ്. യൂറിയ, സാൾട്ട് ആൻഡ് വാട്ടർ ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി മെയിൻലി ത്രൂ യൂറിൻ. നമ്മുടെ മൂത്രം, യൂറിനിലൂടെയാണ് മെയിനായിട്ടുള്ള വാട്ടറും സാൾട്ടും എക്സ്പെൽ ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, അതായത് ബ്ലഡിൽ നിന്നും എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ യൂറിൻ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ട്. വിച്ച് ഓർഗൻ? കിഡ്നി, വൃക്കകൾ. ഇനി നമുക്ക് വൃക്കകളെ കുറിച്ച് നോക്കാം. കിഡ്നീസ് ആർ ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. അതായത് നമ്മുടെ മനുഷ്യരിൽ കാണുന്ന മേജറായിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ, വിസർജനാവയവം എന്ന് പറയുന്നത് കിഡ്നിയാണ്. കിഡ്നീസ് ആർ ദ ഓർഗൻ വിച്ച് ഫിൽറ്റർ യൂറിയ, വിറ്റമിൻ, സാൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഹാംഫുൾ ടു ഹ്യൂമൻ ബോഡി ഫ്രം ബ്ലഡ് ആൻഡ് എക്സ്പെൽ ദം ത്രൂ യൂറിൻ. അതായത് നമ്മുടെ ബോഡിക്ക് ദോഷകരമായിട്ടുള്ള സബ്സ്റ്റൻസിനെയും, സാൾട്ട്, വിറ്റമിൻസ്, യൂറിയ ആൻഡ് അതർ സബ്സ്റ്റൻസസ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ നിന്നും ഫിൽറ്റർ ചെയ്തിട്ട് യൂറിനിലൂടെ എന്ത് ചെയ്യുന്നു, എക്സ്പെൽ, പുറന്തള്ളുന്നു. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും, എക്സസ് ആയിട്ടുള്ള വാട്ടർ, സാൾട്ട്, വൈറ്റമിൻസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളെ ബ്ലഡിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് യൂറിനിലൂടെ എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു ഫങ്ഷനാണ് കിഡ്നി ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഹ്യൂമൻ ബോഡി കൊടുത്തിട്ട് കിഡ്നീസ് ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്, അതായത് കിഡ്നിയും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സുമാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ പാർട്സാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ബ്ലൂ കളറിലും റെഡ് കളറിലും എന്ത് കാണുന്നുണ്ട്, ബ്ലഡ് വെസൽസ് കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ റീനൽ വെയിൻ ആണ്. എന്താണ് റീനൽ വെയിൻ? റീനൽ വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്കാസിരയാണ്, വൃക്കാസിര. ദെൻ റെഡ് കളറിൽ കാണപ്പെടുന്നത് റീനൽ ആർട്ടറി. എന്താണ് റീനൽ ആർട്ടറി? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്കാധമനി എന്നാണ്. വൃക്കാസിരയും വൃക്കാധമനിയും കാണപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് പാർട്ട് കിഡ്നി അല്ലേ, 2 ഭാഗത്തായിട്ട് എന്തുണ്ട്, കിഡ്നീസ് ഉണ്ട്. ദെൻ യുറേറ്റർ. യുറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രവാഹി. എന്താണ് മൂത്രവാഹി. ദെൻ യൂറിനറി ബ്ലാഡർ. എന്താണ് യൂറിനറി ബ്ലാഡർ? ആ യുറേറ്റർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൽ കാണുന്ന ട്യൂബ് പോലെയുള്ള ഭാഗമാണ്. ആ യുറേറ്റർ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? യൂറിനറി ബ്ലാഡറിലാണ്. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രസഞ്ചി. യുറേറ്റർ മൂത്രവാഹി, മൂത്രത്തെ വഹിച്ചു കൊണ്ടുപോകുന്നു. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രസഞ്ചിയാണ്. ദെൻ യുറേത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രനാളി. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ ബീങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ്. നമ്മുടെ മനുഷ്യൻ എന്തുണ്ട്, ഒരു പെയർ കിഡ്നിയാണുള്ളത്. ഒരു പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. നമ്മൾ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 കിഡ്നീസ് ഉണ്ട്. അതായത് ഒരു പെയർ കിഡ്നി ഉണ്ട്. ദേ ആർ ബീൻ ഷേപ്പ്ഡ്. അവ എന്ത് ഷേപ്പിലാണ്? ബീൻ ഷേപ്പ്. ബീൻ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറ് വിത്തിൻ്റെ ഷേപ്പ്. ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ either sides of the vertebral column. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദരാശയം. നമ്മുടെ ബോഡിയെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് തൊറാസിക് ക്യാവിറ്റി, രണ്ടാമത്തത് അബ്ഡോമിനൽ ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി ഔരസാശയം. നമ്മൾ ലങ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ഔരസാശയമായിരുന്നു ഡിസ്കസ് ചെയ്തത്. ദെൻ ഇവിടെ അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് ഉദരാശയത്തിൽ നമ്മുടെ വെർട്ടിബിൾ കോളത്തിൻ്റെ ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്, കിഡ്നി കാണുന്നത്. കമ്പയർ ടു ദ റൈറ്റ് കിഡ്നി. റൈറ്റ് കിഡ്നിയെ, വലതുവശത്തുള്ള കിഡ്നിയെ അപേക്ഷിച്ചിട്ട് ദ ലെഫ്റ്റ് കിഡ്നി ഈസ് ലൊക്കേറ്റഡ് സ്ലൈറ്റ്ലി ഹയർ.
അതായത് നമ്മുടെ വലതുവശത്തുള്ള കിഡ്നിയെ അപേക്ഷിച്ചിട്ട് ഇടത് കിഡ്നി എന്താണ്, അല്പം ഹയർ അല്ലേ, കുറച്ച് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈച്ച് കിഡ്നി ഈസ് കവേർഡ് ബൈ എ സ്ട്രോങ് ബട്ട് സോഫ്റ്റ് മെംബ്രെയിൻ. രണ്ട് കിഡ്നിയും ഒരു സ്ട്രോങ്ങും സോഫ്റ്റുമായിട്ടുള്ള ഒരു മെംബ്രെയിൻ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കിഡ്നീസ് എന്താണ്, ഒരു പെയർ കിഡ്നിയാണുള്ളത്, ബീൻ ഷേപ്പാണ്, നമ്മളെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ വെർട്ടിബിൾ കോളത്തിൻ്റെ ഇടയിലായിട്ടാണ് കിഡ്നി കാണുന്നത്. ദെൻ റൈറ്റ് കിഡ്നിയെ അപേക്ഷിച്ചിട്ട് ലെഫ്റ്റ് കിഡ്നി എന്താണ്, കുറച്ച് മുകളിലായിട്ടാണ് കാണുന്നത്. ദെൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു മെംബ്രെയിനും കാണപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്കൊരു കിഡ്നിയുടെ ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. റീനൽ വെയിനും റീനൽ ആർട്ടറിയും അവിടെ കാണുന്നുണ്ട്. ദെൻ യെല്ലോ കളറിൽ നെഫ്രോൺ എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നത്. നമുക്ക് തുടർന്ന് പഠിക്കുന്ന സമയത്ത് പറയും നെഫ്രോൺ എന്താണെന്നൊക്കെ. നമുക്ക് ബാക്കി നോക്കാം. ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ റീച്ചസ് ദ കിഡ്നി ത്രൂ റീനൽ ആർട്ടറി വിച്ച് ഈസ് എ ബ്രാഞ്ച് ഓഫ് അയോട്ട. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാധമനിയുടെ ഒരു ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി, അതായത് വൃക്കാധമനി എന്ന് പറയുന്നത്. മഹാധമനിയുടെ ഒരു ബ്രാഞ്ച്, നമ്മുടെ അയോട്ടയുടെ ഒരു ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീനൽ ആർട്ടറി വഴി ഹൈ പ്രഷറിലുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുന്നു, കിഡ്നീസിലേക്ക് എത്തിക്കുന്നു. ഹൈ പ്രഷറിലുള്ള ബ്ലഡ് വൃക്കയിലേക്ക് എത്തുന്നത് റീനൽ ആർട്ടറി വഴിയാണ്. ഓക്കെ. ദെൻ the filtrated blood reaches the vena cava through renal vein. അതായത് അരിച്ചിട്ടുള്ള ബ്ലഡ്, അതായത് ഇമ്പ്യൂരിറ്റീസൊക്കെ കളഞ്ഞ് നല്ല ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ റീനൽ വെയിന് വഴി എവിടെ എത്തുന്നു, വീനക്കാവ മഹാസിരയിലെത്തുന്നു. അപ്പം വൃക്കയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് റീനൽ ആർട്ടറിയും വൃക്കയിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ വെയിനുമാണ്. Then urine formed in the kidney reaches the urinary bladder through the ureter and is expelled out through urethra. നോക്കിക്കേ, നമ്മളെ അതിന് ശേഷം അവിടെ എലിമിനേറ്റഡ് ആയിട്ടുള്ള ഭാഗം എന്താണ്, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത്, നമ്മുടെ മാലിന്യം. ആ മാലിന്യം യൂറിൻ എന്ത് ചെയ്യുന്നു, യുറേറ്റർ വഴി എവിടെ എത്തുന്നു, യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രസഞ്ചി. ആ മൂത്രസഞ്ചി വന്ന് നിറയുന്ന സമയത്ത് യുറേറ്റർ വഴി യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അത്രയും കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഒന്നുകൂടി പറയാം. ഹൈ പ്രഷറിലുള്ള ബ്ലഡ് റീനൽ ആർട്ടറി വഴി എവിടെ എത്തുന്നു, വൃക്കയിലെത്തുന്നു. വൃക്കയിൽ വെച്ചിട്ട് എക്സ്ക്രീഷൻ മാലിന്യങ്ങളൊക്കെ മാറ്റപ്പെടുന്നു, അരിക്കപ്പെടുന്നു. അരിപ്പ പോലെ വർക്ക് ചെയ്യുന്നതാണല്ലോ കിഡ്നി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു, റീനൽ വെയിൻ വഴി വീനക്കാവയിലെത്തുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഫിൽറ്റർ ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എക്സ്ക്രീറ്ററി വേസ്റ്റുകളില്ലേ, അതാണ് യൂറിൻ എന്ന് പറയുന്നത്. ആ യൂറിൻ യുറേറ്റർ വഴി മൂത്രവാഹിയിലൂടെ യൂറിനറി ബ്ലാഡറിൽ വന്ന് നിറയുന്നു. അപ്പോൾ യൂറിനറി ബ്ലാഡർ നിറയുന്ന സമയത്താണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി തോന്നുന്നത്. അങ്ങനെ യൂറിനറി ബ്ലാഡർ നിറയുകയും അതിനുശേഷം യുറേറ്റർ വഴി യൂറിൻ എക്സ്പെൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി ഇവിടെ ഒരു ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിഡ്നിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പട്ടിക, അല്ലെങ്കിൽ ഒരു ടേബിൾ, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട്, എന്ത് വേണേൽ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിഡ്നി മനസ്സിലാക്കാൻ പറ്റും. അവിടെ നോക്കിക്കേ, ഫസ്റ്റ് ബോക്സിൽ പൊസിഷൻ ഷേപ്പാണ് പറയുന്നത്. കിഡ്നിയുടെ പൊസിഷൻ എവിടെയാണെന്നും അതിൻ്റെ ഷേപ്പ് എന്താണെന്നും. കിഡ്നിയുടെ പൊസിഷൻ എവിടെയാണ്, നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ വെർട്ടിബിൾ കോളത്തിൻ്റെ ഇടയിലായിട്ട്. ദെൻ ഷേപ്പോ ബീൻ ഷേപ്പ്ഡ് ആണല്ലേ. ഓക്കെ, നമ്മൾ ബീൻ ഷേപ്പ്ഡ് പയർമണിയുടെ ഷേപ്പിലുള്ള മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോസിന്തസിസ് ഒക്കെ പറഞ്ഞ സമയത്തും ട്രാൻസ്പിറേഷൻ പറഞ്ഞ സമയത്തും. ഓർക്കുന്നുണ്ടോ? യെസ്, സ്റ്റൊമാറ്റിക്കും പയർമണി അല്ലെങ്കിൽ കിഡ്നിയുടെ ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ട്യൂബ് വിച്ച് ക്യാരീസ് യൂറിൻ ടു ദ യൂറിനറി ബ്ലാഡർ. നമ്മുടെ യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് ക്യാരി ചെയ്യുന്ന ട്യൂബിൻ്റെ പേര് എന്താണ്? യുറേറ്റർ. ദെൻ റൈറ്റ് സൈഡിലുള്ള ബോക്സ് നോക്കിക്കേ, ബ്ലഡ് വെസൽ വിച്ച് സപ്ലൈസ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് എഴുതണം. ദെൻ ബ്ലഡ് വെസൽ
വിച്ച് ക്യാരീസ് ബ്ലഡ് ഔട്ട്. ഉള്ളിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാണ്? റീനൽ ആർട്ടറി. മുകളിലുള്ളത് റീനൽ വെയിൻ. അതവിടെ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് കിഡ്നിയുടെ ഒരു ഔട്ടർ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി, ബാഹ്യഘടന. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കിഡ്നിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ ഇൻറ്റേർണൽ സ്ട്രക്ചറും ഇൻറ്റേർണൽ പ്രോസസ്സുകളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കിഡ്നിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നതെന്ന്, യൂറിൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് കിഡ്നി ഈസ് കംപ്രൈസ്ഡ് ഓഫ് അബൌട്ട് 12 lakh അൾട്രാ ഫിൽറ്റേഴ്സ്. അതായത് ഓരോ കിഡ്നിയും 12 ലക്ഷത്തോളം അൾട്രാ ഫിൽറ്റേഴ്സ്, സൂക്ഷ്മമായിട്ടുള്ള അരിപ്പകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദീസ് ആർ കോൾഡ് നെഫ്രോൺ. അപ്പോൾ ഈ ഒരു അൾട്രാ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് നെഫ്രോൺസ്. നെഫ്രോൺസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് അണ്ടർലൈൻ. നെഫ്രോൺസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, കുറച്ചുകൂടി വിവരിച്ച് പറയുകയാണെങ്കിൽ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, ഘടനാപരവും ധർമ്മപരവുമായിട്ടുള്ള ബേസിക് യൂണിറ്റ്, അടിസ്ഥാന ഘടകം. കിഡ്നിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോണുകളാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറഞ്ഞു മാർക്ക് ചെയ്യാൻ. ഇനി നമുക്കിവിടെ നമ്മുടെ കിഡ്നീസിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറേ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ കണ്ടിട്ടില്ലേ, ഒരു കിഡ്നിയെ നടുവിലൂടെ ഇങ്ങനെ മുറിച്ച സമയത്തുള്ള ഒരു ക്രോസ് സെക്ഷനാണ് അവിടെ പറയുന്നത്. അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്. ഏതൊക്കെ ഭാഗങ്ങളാണ്? കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്. ദെൻ ഇപ്പുറത്തെ സൈഡിലൊരു എൻലാർജ്ഡ് സെക്ഷൻ, അല്ലെ, എൻലാർജ്ഡ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിഡ്നിയുടെ ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ, ഇതിലേതെങ്കിലും ഒരു പോർഷനെ എൻലാർജ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഈ ഒരു പിക്ചർ ഞാനിപ്പം സൂം ചെയ്ത ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കോർട്ടെക്സ്, ദ ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി. കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയുടെ ലൈറ്റ് കളറിലുള്ള ഔട്ടർ പാർട്ട്, അല്ലേ, ഈ ഒരു പുറത്തൂടെ കാണുന്ന ലൈറ്റ് കളറിലുള്ള പാർട്ടിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദ നെഫ്രോൺസ് ആർ ഫൗണ്ട് ഹിയർ. നമ്മുടെ സൂക്ഷ്മ അരിപ്പയായിട്ടുള്ള നെഫ്രോൺ കാണപ്പെടുന്നത് എവിടെയാണ്? കോർട്ടെക്സിലാണ്. കണ്ടില്ലേ, ഇവിടെ കുറേ യെല്ലോ കളറിലുള്ള ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗമല്ലേ റൗണ്ടായിട്ട് കാണുന്നത്, ഈ ഒരു ഭാഗമാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെഡുല്ല, ദ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. മെഡുല്ല എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ ഡാർക്ക് കളറിലുള്ള ഇന്നർ പാർട്ടാണ്. ഈ ഇത്രയും പോർഷൻ കണ്ടില്ലേ, കുറച്ചൊരു ഡാർക്ക് കളർ കാണുന്നത്. ലോങ് ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്. നെഫ്രോണിൻ്റെ ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടുന്നത് എവിടെയാണ്? മെഡുല്ലയിലാണ്. ദെൻ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പെൽവിസ് ആണ്. റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. അപ്പം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞു കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ് ഈ 3 ഭാഗങ്ങളാണെന്ന്. അതിൽ ഇതിപ്പോൾ ഒരു എൻലാർജ്ഡ് സെക്ഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൽ ഇത്രയും ഭാഗമാണെന്ത്? കോർട്ടെക്സ്. ഇത്രയും ഭാഗമാണെന്ത്? മെഡുല്ല. ദെൻ ഈ കാണുന്നത് പെൽവിസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കാണുന്നുണ്ട്? നെഫ്രോണുകൾ കാണപ്പെടുന്നുണ്ട്. ഈ നെഫ്രോണുകളുടെ ഈ ഒരു ഹെഡ് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, എവിടെയാണ്? കോർട്ടെക്സിലാണ്. ദെൻ ട്യൂബുലൈസ് സ്ട്രക്ചർ കാണുന്നത് മെഡുല്ലയിലാണ്. ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ കിഡ്നിയുടെ ഔട്ടർ സ്ട്രക്ചർ എന്താണെന്നും ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്താണെന്നും നോക്കി. ഇനി നമുക്ക് നെഫ്രോണുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നെഫ്രോണുകളെ കുറിച്ച് ആദ്യം എന്താണ് നെഫ്രോൺ നമ്മൾ പഠിച്ചു, അല്ലേ? ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി നെഫ്രോൺസ്. ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നിയാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അൾട്രാ ഫിൽറ്റേഴ്സ്, അല്ലേ, അരിപ്പകൾ എന്നറിയപ്പെടുന്ന ഭാഗമാണ് നെഫ്രോൺ. നമുക്ക് നോക്കാം. ഇവിടെ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളാണ്, കുഞ്ഞു പിക്ചറാണ്. അതിനെ വലിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തതാണ്. ഇത്രയും പോർഷനാണ്
ഈ ഒരു നെഫ്രോൺ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെ എൻലാർജ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്. ബൊമാൻസ് ക്യാപ്സ്യൂൾ ഫസ്റ്റ് എന്നാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചർ അറ്റ് എൻഡ് ഓഫ് ദ നെഫ്രോൺ. നമ്മുടെ ഈ ഒരു നെഫ്രോണിൻ്റെ അറ്റത്തായിട്ട് കാണുന്ന ഈ ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഈ ഡബിൾ ലെയർ ആയിട്ടുള്ള ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദ സ്പേസ് ബിറ്റ്വീൻ ടു വാൾസ് ഈസ് കോൾഡ് ക്യാപ്സുലാർ സ്പേസ്. അപ്പോൾ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണെന്ത് ക്യാപ്സുലാർ സ്പേസ്. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലെയറിനെയാണ് ഞാനിവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിനെയാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് ബൊമാൻസ് ക്യാപ്സ്യൂള്. ഇത് ഡബിൾ ലെയേർഡ് ആണ്. ഈ ഡബിൾ ലെയേർഡ് സ്ട്രക്ചറിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിനെയാണ് എന്ത് പറയുന്നത് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എഫറൻറ്റ് വെസലാണ്. ഇവിടെ 2 വെസൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ എഫറൻറ്റ് വെസലും സെക്കൻഡ് വൺ അഫറൻറ്റ് വെസൽസും. നമുക്ക് നോക്കാം. ദ ബ്ലഡ് വെസൽ ദാറ്റ് കെയിംസ് ഔട്ട് ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അതായത് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്കുള്ള ആ ഒരു ബ്ലഡ് വെസലാണ് എഫറൻറ്റ് വെസൽ. ദിസ് വൺ ഈസ് എഫറൻറ്റ് വെസൽ. ദെൻ അഫറൻറ്റ് വെസൽ. സെക്കൻഡ് വൺ ഏതാണ്? അഫറൻറ്റ് വെസൽ. ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റേഴ്സ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ഒരു അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ പാർട്ടാണ്. ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുന്നു. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ റീനൽ ആർട്ടറിയുടെ ആ ഒരു കണ്ടിന്യൂഷനാണ് അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റീനൽ ആർട്ടറി. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതാണ് എന്ത് അഫറൻറ്റ് വെസൽ. അപ്പം ക്ലിയർ ആയില്ലേ? ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എഫറൻറ്റ് വെസൽ എന്താണെന്നും അഫറൻറ്റ് വെസൽ എന്താണെന്നും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗ്ലോമറുലസ് ആണ്. വിച്ച് വൺ? ഗ്ലോമറുലസ്. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ പിണഞ്ഞ് ഇങ്ങനെ വള്ളികൾ പോലെ ഇങ്ങനെ പിണഞ്ഞ് കാണുന്ന ഈ ഒരു സ്ട്രക്ചറില്ലേ, ഈ ഒരു സ്ട്രക്ചറിനെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ദ റീജിയൻ വേർ അഫറൻറ്റ് വെസൽ എൻറ്റേഴ്സ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് സ്പ്ലിറ്റ്സ് ഇൻടു മൈന്യൂട്ട് കാപ്പിലറീസ്. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ ഈ ഒരു അഫറൻറ്റ് വെസൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? കുറേ ഇങ്ങനെ വള്ളികൾ പോലെ ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസ് ആയിട്ട് പിണഞ്ഞിരിക്കുകയാണ്. അതിനെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോമറുലസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂളാണ്. ഏതാണ്? റീനൽ ട്യൂബ്യൂൾ. ദിസ് വൺ ദ ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ കണക്റ്റിംഗ് ഡക്റ്റ്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് എന്ത് കണക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഈ യെല്ലോ കളറിലുള്ള ഈ ഒരു കണക്റ്റിംഗ് ഡക്റ്റിനെ ഇങ്ങനെ വന്നത് കണക്റ്റിംഗ് ഡക്റ്റാണ്. ഈ കണക്റ്റിംഗ് ഡക്റ്റിനെയും നമ്മുടെ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു കണ്ടിന്യൂഷനിലെ ഇതിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു കണക്റ്റിംഗ് ഡക്റ്റിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ കണ്ടിന്യൂഷനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് പെരിട്യൂബുലാർ കാപ്പിലറീസ് ആണ്. ബ്ലഡ് കാപ്പിലറി സീൻ അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾസ് ആസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ എഫറൻറ്റ് വെസൽസ്. നമ്മൾ നേരത്തെ എഫറൻറ്റ് വെസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എഫറൻറ്റ് വെസൽസ്? നമ്മുടെ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു ബ്ലഡ് വെസലാണ് എഫറൻറ്റ് വെസൽസ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു എഫറൻറ്റ് വെസൽസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് കളറിൽ കാണുന്നത് കണ്ടില്ലേ? ഇതിനെ പിണഞ്ഞായിട്ട് റെഡ് കളറിൽ ഇങ്ങനെ കാണുന്ന ആ ഒരു പാർട്ടാണ് എന്ത് പെരിട്യൂബുലാർ കാപ്പിലറീസ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് പറയുന്നത് കണക്റ്റിംഗ് ഡക്റ്റ് ആണ്. ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾസ്
എൻഡേഴ്സ്, അതായത് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ് എൻഡർ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് എന്ത്, കണക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ, ഈ ഒരു യെല്ലോ കളറുള്ള ഈ ഒരു പോർഷനാണ് റീനൽ കണക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്, ഇവിടെ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. യൂറിൻ ഈസ് കളക്റ്റഡ് ആൻഡ് ഈസ് ക്യാരിഡ് ടു ദ പെൽവിസ്, എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂറിനെ ക്യാരി ചെയ്തിട്ട് പെൽവിസിലേക്ക് പാസ് ചെയ്യുന്നത്, അല്ലെ പെൽവിസിലേക്ക് കടത്തി വിടുന്നത് ആരാണ്, ഈ ഒരു കണക്റ്റിംഗ് ഡക്റ്റാണ്. പെൽവിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് പെൽവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് കടത്തി വിടുന്നത് ആരാണ്, കണക്റ്റിംഗ് ഡക്റ്റാണ്. ഇപ്പം നമ്മൾ പറയുന്നത് നെഫ്രോണിനെ കുറിച്ചാണ്. ഇവിടെ കുറേ യെല്ലോ കളറിൽ കാണുന്ന പോർഷൻസ് ഇല്ലേ, ഇതൊക്കെ നെഫ്രോണാണ്. അതിൽ ഈ ഒരു എൻഡ് ടിപ്പ് ഹെഡ് ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങി അല്ലേ, നെഫ്രോണിനെ കുറിച്ച് പറഞ്ഞു. ബൊമാൻസ് ക്യാപ്സ്യൂള്, എഫറൻറ്റ് വെസൽ, അഫറൻറ്റ് വെസൽ, ദെൻ ഗ്ലോമറുലസ്, അതൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ കുഴലുകളായിട്ട് താഴോട്ട് വന്ന് ഇവിടം വരെ എത്തി, പെൽവിസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നെഫ്രോണിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ആദ്യം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഫോർമേഷൻ ഓഫ് യൂറിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫോർമേഷൻ ഓഫ് സെറ്റാണ്, വിയർപ്പ് രൂപപ്പെടുന്നത്. അത് വലിയ പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കിഡ്നീസിനെ കുറിച്ച് പറഞ്ഞു. കിഡ്നിയുടെ ഔട്ടർ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് കാണുന്നത്. കോർട്ടെക്സ് എന്താണെന്ന് മനസ്സിലാക്കുക, പെൽവിസ് എന്താണെന്ന് മനസ്സിലാക്കുക, ദെൻ മെഡുല്ല എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ നെഫ്രോൺ ബേസിക് യൂണിറ്റ് ആണ് എന്ത്, നെഫ്രോൺ എന്ന് പറയുന്നത്. നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ വലിയൊരു പേജ് നിറച്ചും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. ദെൻ ഇതിൻ്റെ ഓരോ പോർഷൻസും, ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണ്, എഫറൻറ്റ് വെസൽ എന്താണ്, അഫറൻറ്റ് വെസൽ, ഗ്ലോമറുലസ്, റീനൽ ട്യൂബ്യൂള്, എല്ലാ ഭാഗങ്ങളും വായിച്ചു നോക്കുക. പെട്ടെന്ന് ഇപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഐഡിയ വരണം എന്താണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക. താങ്ക് യു.